സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് തന്നെ. കാരണം അതിൻ്റെ ചൂട് അത്രയധികം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇത് സ്ഥാനാർത്ഥി നിർണയമാണ് വളരെ വിവാദമായ വിഷയം. അത് ഇപ്പോൾ എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭരണത്തുടർച്ച ഉണ്ടാകില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന UDF അധികാരത്തിൽ വരും. ഒരു പരിധിവരെ ഞാനും അതൊക്കെ എന്താ പറയുക അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഭരണവിരുദ്ധം വികാരം വളരെയധികം സ്ട്രോങ് ആണ്. ലക്ഷങ്ങളോ കോടികളോ ഒക്കെ മുടക്കി ഇപ്പോൾ ഭരണകക്ഷി പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടും അതൊന്നും എടുത്ത് യേശുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായത് ഇതിന് മൂന്നാം കക്ഷിയായ BJP കാര്യമായിട്ട് കുറേ വോട്ട് പിടിക്കുകയും അതെല്ലാം UDFന്റെ വോട്ടുകളാണെന്നുള്ള ധാരണയിൽ ആക്ച്വലി ഉണ്ടാവുകയും അങ്ങനെ LDFന് വീണ്ടും മെജോറിറ്റി കിട്ടുകയും ചെയ്തു. ഇത്തവണ കാണുന്നത് ഈ പറയുന്ന LDFിൽ നിന്ന് തന്നെ, എസ്പെഷ്യലി CPMൽ നിന്ന് തന്നെ നല്ലൊരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ള ചില ധാരണകൾ ഈ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. അത് പോയിട്ട് അപ്പോൾ BJPയുടെ ഗെയിൻ LDFന് അനുകൂലമാകണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ വേറൊരു കാര്യം, ഈ BJPയുടെ കാര്യം ഈ സ്റ്റേറ്റിൽ സംസ്ഥാനത്തിൽ 40-45% മാത്രമേ ഹിന്ദുക്കളുള്ളൂ. ഇങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിജയമേ ഉണ്ടാവുള്ളൂ. അവർ ഭരണം പിടിക്കുന്ന കാലം ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി അവരെ സഹായിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അത് പോയിട്ട് തന്നെ അവരുടെ ഈ പറയുന്ന എന്താ പറയുന്ന ഒരു ബാലിശമായ രാഷ്ട്രീയം ഇപ്പം തന്നെ ശരിക്ക് ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലേക്ക് ഒരുപാട് അപാകതകൾ. അതിന്റെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഒബ്സർവേഷൻ, അതിന്റെ ചീഫായി ഇപ്പം വന്നിരിക്കുന്ന പ്രൊഫഷണൽ ഡോക്ടർ രാജീവ് ചന്ദ്രശേഖർ എന്ത് കാര്യത്തിനാണ് ഈ ഒരു അസംബ്ലി മണ്ഡലത്തിൽ കയറി കണ്ടസ്റ്റ് ചെയ്തിട്ട് അഥവാ ജയിച്ചാൽ തന്നെ അസംബ്ലിക്കകത്ത് 1-2 പേര് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാം. പണ്ട് രാജഗോപാലിന്റെ കാര്യം അറിയാമല്ലോ, കാര്യമായിട്ട് സംസാരിക്കാൻ പോലും അവസരം കിട്ടില്ല. അദ്ദേഹം അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കണമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതായത് ഒരു തരത്തിലും ഈ പാർട്ടിയുടെ രക്ഷപ്പെടില്ല എന്നുള്ള മട്ടിലുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് എൻ്റെ വളരെ ഉറ്റ സുഹൃത്തും ഒക്കെ ആയ K. സുധാകരൻ വൻപിച്ച ഒരു വിപ്ലവം തന്നെ. അദ്ദേഹം ഡൽഹിയിലെത്തി ഇന്നത്തെ സോക്കോൾഡ് ഹൈക്കമാൻഡ്, ആ വാക്ക് തന്നെ എനിക്ക് അരോചകമായിരുന്നു. ഹൈക്കമാൻഡ്, ഇത് എന്തോന്ന് കമാൻഡ് ഇത് ആക്ച്വലി. അവിടെ ഒരു അമ്മച്ചി അവരുടെ മോനും കൂടി ഇരിക്കുന്നതാണ് ഹൈക്കമാൻഡ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആശയപരമായ ഒരു തൂക്കമെങ്കിലുമുണ്ട്. അവിടെ ഒരു തരത്തിലും ഈ സിറ്റിംഗ് MPമാർ മത്സരിക്കരുത്. ഇതിന്റെ യുക്തി എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇത് മത്സരിക്കേണ്ടത് അവരുടെ അവകാശമില്ലേ. പാർലമെന്റിലേക്ക് ഇനി അവിടെ കുത്തിയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മന്ത്രിയോ ഒക്കെ ആകും. ഇതൊക്കെയാണ് അവരുടെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്ത് ബലമായി വിശ്വസിക്കുന്നു UDF അധികാരത്തിൽ വരുമെന്ന് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകും. അപ്പോൾ അത് വളരെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചരട് വലികളാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആവാൻ സാധ്യതയുള്ളവരെ വെട്ടിനിരത്താനായിട്ട് ഫോർമുലയായിട്ട് വന്നു. അതിപ്പോൾ ഏതാണ്ടൊക്കെ തീറ്റിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇതെല്ലാം ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പ്രതിലോമപരമായ കാര്യമൊന്നുമില്ല. എൻ്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് എനിക്ക് വോട്ടുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും തോന്നിക്കുന്നത് തെളിവായിട്ടില്ല. സിറ്റിംഗ് MLA ശ്രീ ആന്റണി രാജു ഒരു പീറ കേസിൽ ആലോചിച്ച് നോക്കൂ, ഒരു സാഹിബിന്റെ ജട്ടി വെട്ടി ചെറുതാക്കി കോടതിയിൽ തൊണ്ടിയാക്കി കൊടുത്തു. അപ്പോൾ
ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥ. ഇതിന്റെ തുടർച്ചയെന്നോണം അടുത്ത ആഴ്ചയും വല്ലതുമൊക്കെ പറയാം. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇലക്ഷൻ നടന്നിട്ട് ഏതാണ്ട് ഒരു മാസം അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഇത് എന്തായാലും തകരാറില്ല എന്നുള്ള മട്ടില് അത് ശരിയല്ല. ആക്ച്വലി ഇന്ത്യയിൽ എല്ലായിടത്തും കൂടി ഒറ്റ ദിവസം തന്നെ ഇലക്ഷൻ നടത്തിയ ചരിത്രമുണ്ട്. അങ്ങനെ ഇലക്ഷനൊക്കെ ഏകോപിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പല നയരൂപീകരണങ്ങളുടെയും വാർത്തകൾ വന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴും വീണ്ടും ശങ്കരം വീണ്ടും തെങ്കി തന്നെ എന്നുള്ള അവസ്ഥയാണ്. ഇലക്ഷന് വോട്ടും ചെയ്തിട്ട് അതിന്റെ ഫലം അറിയാം. ഒരു മാസം വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ വളരെ സങ്കടകരമാണെന്നുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ച എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.